ഹായ് ഓൾ, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് UPC ഇൻസൈറ്റ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ പോവാണ്. ഗ്രിംതിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്നത്തെ കരീബിയൻ ദ്വീപുകളിൽ ട്രിനിഡാഡ് ടുബാഗോ മേഖലയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു ഹെറിറ്റേജ് പ്രിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു 2 ആഴ്ച മുൻപ് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചിട്ടുണ്ട്. ആരാണ് ഈ ഗ്രിംതിയ കമ്മ്യൂണിറ്റി? അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. എന്തൊക്കെയാണ് ആ ഒരു MOUയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലോസുകൾ. ഇനി ഇൻഡസ്ട്രിയൽ ലേബർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഗ്രിംതിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒറിജിനേറ്റഡ് ആണ്. ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 19ാം നൂറ്റാണ്ട് 20ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് ജോലിക്ക് വേണ്ടി പോയവരാണ്. ഈ ഒരു തൊഴിലിൻ്റെ സ്വഭാവത്തെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ലേബർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ ലേബർ എന്താണ്, അതിൻ്റെ മെയിൻസ് പ്രിലിമിനറി ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ചില സോഷ്യോ എക്കോണമിക് ആൻഡ് ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രിംതിയ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഇൻഡസ്ട്രിയൽ ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന S. ജയശങ്കർ ട്രിനിഡാഡ് ടുബാഗോ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പോവുകയും അവിടെ ബൈലാറ്ററൽ റിലേഷൻസിന് വേണ്ടിയിട്ട് ഗ്രിംതിയ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹെറിറ്റേജ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ്, ചില പ്രധാനപ്പെട്ട എഗ്രിമെന്റുകൾ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ട്രിനിഡാഡ് ടുബാഗോ എന്ന് പറയുന്നത് കരീബിയൻ ദ്വീപുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേഷനാണ്, ഒരു ചെറിയ ഐലൻഡ് നേഷനാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ബയലാറ്ററൽ ടൈസ് ഇന്ത്യ കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യങ്ങളുമായിട്ട് ഇത്തരത്തിൽ ലോകത്തിലെ വിവിധ ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഇത്തരത്തിൽ ബയലാറ്ററൽ ആയിട്ടുള്ള ഒരു ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഗ്രിംതിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ട്രിനിഡാഡ് ടുബാഗോയിലുള്ള ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിന്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്, അവരുടെ പൈതൃകപരമായിട്ടുള്ള, അവരുടെ ചരിത്രപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഇതിനകത്ത് മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്? നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്താണ്, അത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, ഇതൊക്കെ ഒന്ന് നോക്കണം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നെൽസൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെറിറ്റേജ് പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന്, ഒരു കൊമമറേറ്റീവ് മൊനുമെന്റ് ആണ്. ഈ ഗ്രിംതിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് ജോലിക്ക് പോയിട്ടുള്ള കൊളോണിയൽ കാലഘട്ടത്തിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മൊനുമെന്റ് സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ആർക്കൈവ് ഹബ്ബ് സ്ഥാപിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഓഡിയോ ആൻഡ് വിഷ്വൽ ഹെറിറ്റേജ് എക്സ്പീരിയൻസ്, ഇവരുടെ ചരിത്രത്തെക്കുറിച്ചും മറ്റ് വിശദ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ജേണി, ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ജേണിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു, ഞാനൊന്ന് കളറൈസ് ചെയ്തതാണ്. ഇത് ഇവരുടെ ഒരു പഴയ ചിത്രമാണ്, അതായത് ഈ ട്രിനിഡാഡ് ടുബാഗോയിലേക്ക് എത്തിയ ഗ്രിംതിയ കമ്മ്യൂണിറ്റിയുടെ ഒരു ചിത്രമാണ്. ഗ്രിംതിയാസ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോയിട്ടുള്ള ഇന്ത്യക്കാരുടെ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ്. ഇവരുടെ ഈ ലോക്കൽ ലാംഗ്വേജിൽ, പ്രത്യേകിച്ച് നമ്മുടെ കരീബിയൻ ദ്വീപുകളിൽ ലോക്കൽ ലാംഗ്വേജുകളിൽ ഈ ഗ്രിംതിയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എഗ്രിമെന്റ് എന്നാണ്. അതായത് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, ഒരു ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ഈ കോൺട്രാക്ട് അടിസ്ഥാനമാക്കി ഇത്ര വർഷമാണ് ഇവർ ഈ പറയുന്ന തൊഴിലിന് വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ പോകുന്നത് പ്ലാന്റേഷൻസിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രധാനമായി ടീ, ഇൻഡിഗോ അല്ലെങ്കിൽ കോഫി, ഇങ്ങനെയൊക്കെയുള്ള പല പ്ലാന്റേഷൻസിന്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലുമായിട്ട് ഇങ്ങനെ പോയിട്ടുള്ള മേഖലകൾ ഫിജി, മൗറീഷ്യസ്, സെയ്ച്ചലസ്, റിയൂണിയൻ, സൗത്ത് ആഫ്രിക്ക, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, ഗുയാന, അന്ന് ബ്രിട്ടീഷ് ഗുയാന എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്, സുരിനാമെ, മലേഷ്യ, കെനിയ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളാണ്. നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ 1ലധികം ബ്രിട്ടീഷ് കോളനികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷ് കോളനികളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഈ ബ്രിട്ടീഷ് കോളനികളിലേക്കാണ്. അപ്പോൾ ഇതിനൊരു നിയമമുണ്ട്, ആ നിയമത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ട് ഇവർ പോകുന്നത്.
അപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നദാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ നദാൽ എന്ന് പറയുന്ന ഈ ഒരു കോളനിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി പോലും പോകുന്നതും ഇവിടെ ഉണ്ടായിരുന്ന ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചരിത്രം നമുക്കറിയാം, ഗാന്ധിജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഗാന്ധിജിയും മറ്റ് പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ ഒക്കെ എങ്ങനെയാണ് ഈ വിദേശ മേഖലകളിൽ, അതായത് കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഡയസ്പോറകളിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, അതിൽ ബ്രിട്ടീഷുകാരുണ്ട്, അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഗ്രിംതിയാസിലേക്ക് തിരികെ വരികയാണെങ്കിൽ 1845 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ 1,43,000-ത്തിലധികം ഇന്ത്യൻ ലേബേഴ്സ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നും ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ പ്രധാനപ്പെട്ട ഈ ദാരിദ്ര്യ മേഖലകളിൽ നിന്ന് ട്രിനിഡാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറ്റം ചെയ്യുകയുണ്ടായി. 1845 ആരംഭിച്ചു, 1917 വരെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ട്രിനിഡാഡ് ടുബാഗോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 40 തൊട്ട് 45% വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ഇത്തരത്തിൽ എത്തിയ ഗ്രിംതിയ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്മുറക്കാരാണ്. അവര് ഇന്നത്തെ അവരുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ മേഖല, ഇക്കോണമിക് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമ്പോർട്ടന്റ്? ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം, ഈ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ലോകവ്യാപകമായിട്ട് കൾച്ചറലായിട്ടും ഇക്കോണമിക്കലായിട്ടുള്ള ടൈസ് ഒക്കെ അവിടെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീറ്ററാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഡെവലപ്ഡ് രാജ്യങ്ങളോട് കോമ്പറ്റീഷൻ നടത്തി അവിടെ ഗ്ലോബൽ സ്റ്റേജിൽ പിടിച്ചു നിൽക്കാനും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഡിപ്ലോമസി, ഒരു കൾച്ചറൽ ഡിപ്ലോമസി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്കോണമിക് ആയിട്ടോ അല്ല ഡിഫൻസ് മേഖലയിലോ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രിംതിയ ഹെറിറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഡിപ്ലോമസി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നോക്കാം, കൾച്ചറലായിട്ടും ഇമോഷണലായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യൻ സമൂഹവുമായിട്ടൊരു ബന്ധം ഈ ട്രിനിഡാഡ് ടുബാഗോ അല്ലെങ്കിൽ കരീബിയൻ ദ്വീപുകളിലെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ ഒരു കൾച്ചറലായിട്ട് അല്ലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇന്ത്യയുമായിട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു പ്രാധാന്യം ലഭിക്കുന്നതിന് അത് കാരണമായിട്ട് മാറും. നമുക്ക് ഇങ്ങനെയൊരു ഡിപ്ലോമസി പല കാലങ്ങളായിട്ട് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്ക് 2-3 വർഷം മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്ത് സന്ദർശിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു പുരാതന മെർച്ചന്റ് ഗ്രൂപ്പായിട്ടുള്ള ബൊഹ്റ കമ്മ്യൂണിറ്റിയുടെ ഡയസ്പോറ സന്ദർശിക്കുന്നത്, അവർ അവിടെ പണിതിട്ടുള്ള മസ്ജിദ് സന്ദർശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് ഇന്ത്യക്ക് കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഗ്രിംതിയ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ടൈസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. നമുക്കറിയാം, ഒരു രാജ്യത്തിന് ഹാർഡ് പവർ ഉണ്ട്, എക്കോണമിക് പവർ ഉണ്ട്, സോഫ്റ്റ് പവർ ഉണ്ട്. ഈ സോഫ്റ്റ് പവർ എന്ന് പറയുമ്പോൾ കൾച്ചറലായിട്ടുള്ള ബന്ധങ്ങൾ, ആർട്ട്, മറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഉദ്ദേശം ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് നയമാണ്. ലോകവ്യാപകമായി നമ്മളുടെ കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയിൽ അനുഭവിച്ചിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ ദൂഷ്യവശങ്ങൾ, ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് റെക്കോർഡ് ചെയ്ത് അതിന് ഈ കൊളോണിയൽ ആയിട്ടുള്ള ഒരു ചരിത്രം രൂപീകരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ കൊളോണിയൽ റിയാലിറ്റീസ് അത് അംഗീകരിക്കുക, കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ അതിൻ്റെ മൈഗ്രേഷൻ തിയറിയെക്കുറിച്ച് കൃത്യമായിട്ട് അത് രേഖാമൂലം അതിനെ പ്രിസർവ് ചെയ്യുക, അത് പിന്നീട് വരുന്ന ചരിത്ര രേഖകളിലും അതിൻ്റെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനൊരു ഉദ്ദേശം. സോ നമുക്കറിയാം, ഇപ്പം യൂറോപ്പിൽ ഇപ്പോൾ നമുക്ക് കേംബ്രിഡ്ജിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ കൊളോണിയൽ കാലഘട്ടത്തെ അവർ നമ്മൾ കാണുന്ന പോലെയല്ല കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഉദ്ദേശം കൂടെ ഇന്ത്യക്കുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ് ഈ ഹെറിറ്റേജ് പ്രിസർവേഷനിൽ ഉദ്ദേശിക്കുന്ന കോർ ഇനിഷ്യേറ്റീവ്സ്? അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഗ്രിംതിയ സ്റ്റഡീസ് സെന്റർ, ഗ്രിംതിയ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെ കുറിച്ച് പഠിക്കാൻ, ഇവരുടെ ഹെറിറ്റേജ്, ഹിസ്റ്ററി, ഡോക്യുമെന്റ്സ് ഇതൊക്കെ പഠിക്കാനൊക്കെയുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ അക്കാഡമിക് റിസർച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ച് മേഖല, ഗവേഷണ മേഖലകൾ. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ചരിത്രമൊക്കെ വളരെ
എന്താണ് പലതും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവരുടെ അല്ലെങ്കിൽ സോഷ്യോ എക്കോണമിക് ആയിട്ടുള്ള അതിൻ്റെ ആസ്പെക്ട്സ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എന്താണ് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗവേഷണം നടത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, കൾച്ചറൽ പ്രിസർവേഷൻ ഉണ്ട്. ഇതെല്ലാം ഈ 4 കാര്യങ്ങളും ഈ ഗ്രിന്ത്യ റിസർച്ച് ഹബിന്റെ ഭാഗമാണ്. ഗ്രിന്ത്യ സ്റ്റഡി സെന്റർ, അക്കാഡമിക് റിസർച്ച്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്, അതോടൊപ്പം കൾച്ചറൽ പ്രിസർവേഷൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോണം. അത് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മൾ ഈ നമ്മുടെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ട്രിനിഡാഡ് ടുബാഗോയിലുള്ള ഇന്ത്യൻ വംശജർക്ക് 6th ജനറേഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇതിന്റെ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിക്കോണം. 6th ജനറേഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള, ഗ്രിന്ത്യ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡിന്റെ ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇവർക്ക് ലഭിക്കാൻ ഒരു വലിയ എന്താ പറയുന്നത് ഒരു സാധ്യതയാണ്. ഇനി ഹിസ്റ്റോറിക്കൽ പ്രിസർവേഷന് ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട പ്രായോഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒന്ന്, നമുക്ക് ഒരു 3 കാരണങ്ങൾ നമുക്ക് എടുക്കാം. ഒന്നാമതായിട്ട് ഈ നമ്മളുടെ ഈ അൺഅവൈലബിലിറ്റി ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് ഹെറിറ്റേജ് പ്രിസർവേഷനും അല്ലെ കൾച്ചർ പ്രിസർവേഷനും സ്റ്റഡീസിനും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, കൊളോണിയൽ കാലഘട്ടത്തിലെ ആർക്കൈവുകൾ പലതും ഡാമേജ്ഡ് ആണ്, പലതും നഷ്ടപ്പെട്ടു പോയി. ഇനി ഇംഗ്ലീഷുകാരാണ് പലരുടെയും പേരുകളൊക്കെ എഴുതിയെടുക്കുന്നത്. അപ്പോൾ അക്കാലത്ത് ഈ പറയുന്ന ഒരു തൊഴിലാളി ഈ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് അയാളുടെ പേര് എഴുതുമ്പോൾ അത് വേറെ ഏതെങ്കിലും തരത്തിൽ മിസ്പെൽഡ് ആയിട്ടായിരിക്കും എഴുതുക. അതുപോലെ തന്നെ പകർത്തി എഴുതുമ്പോഴുള്ള പ്രശ്നം, കാരണം ഇവരൊക്കെ ഈ പറയുന്ന തൊഴിലിന് വേണ്ടി വന്ന് കൂട്ടത്തോടു കൂടി വരുന്ന ആൾക്കാരാണ്. ഇവരെ ഒരുതരം മൃഗങ്ങളെ പോലെ, അടിമകളെ പോലെയൊക്കെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകളോ ഇവർ വന്നിട്ടുള്ള സ്ഥലങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് ഇവർക്ക് അത്ര വലിയ ഒരു ജാഗ്രത, ഒരു അറ്റൻഷൻ ഇവർ കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇവരെ നോക്കാനും കാണാനും അല്ലെങ്കിൽ ഇവരെ കുറിച്ച് അന്വേഷിക്കാനൊന്നും ആരും വരുത്തില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതി അന്ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗ്രിന്ത്യ കമ്മ്യൂണിറ്റീസിലെ പല ഫാമിലീസിനും ഈ ഇവരുടെ റൂട്ട്സ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ, ഇന്റഗ്രേഷൻ ഓഫ് കൾച്ചറൽ ഇറോഷൻ ആണ്. അതായത് മുൻപുള്ള ഗ്രിന്ത്യ കമ്മ്യൂണിറ്റിയുടെ ജനറേഷൻസിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴുള്ള പ്രസന്റ് ടൈമിലുള്ള ജനറേഷൻ അവരുടെ പഴയ ഹെറിറ്റേജിൽ നിന്നും കൾച്ചറിൽ നിന്നും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മാറി ചിന്തിക്കുകയും ആധുനികപരമായി പുതിയൊരു സാമൂഹിക വ്യവസ്ഥയിൽ ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് നോളജ് ആണ് അവരുടെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോഴുള്ള ഗ്രിന്ത്യ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കുള്ളത്. ഇതും ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല, ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾ കുറെ കഷ്ടത അനുഭവിച്ച ആൻസിസ്റ്റേഴ്സ് ആണ് എന്ന് പറയുന്നത് ആധുനിക കാലത്തെ അവരുടെ ഇപ്പോഴുള്ള ഗ്രിന്ത്യ കമ്മ്യൂണിറ്റീസിലെ അംഗങ്ങൾക്ക് അവരുടെ ഒരു പ്രൈഡിന്റെ പ്രശ്നം കൂടിയാണ്. ഇനി നമുക്ക് റിസോഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയല്ലോ, നെൽസൺ ഐലൻഡിലാണ് ഇതിന്റെ ഹബ്ബും മറ്റു കാര്യങ്ങളും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കൊളാബറേഷൻ കുറവാണ്. കാരണം ചെറിയൊരു രാജ്യമാണ്, അവിടെ വലിയ സാമ്പത്തികമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല, അവിടെ ടെക്നിക്കൽ നോളജ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ബാക്കിങ് ഒരു ലോങ് ടൈമിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ഇന്ത്യക്ക് ഒരു സാമ്പത്തിക ബാധ്യതയാണ്. അതോടൊപ്പം ടെക്നിക്കൽ സപ്പോർട്ട് ആണെങ്കിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭൂരിപക്ഷം ഒരു ഇനിഷ്യേറ്റീവ് ആണുള്ളത്. അവിടുന്ന് വളരെ കുറഞ്ഞ ഒരു ഒരു കൊളാബറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് സാമ്പത്തികപരമായിട്ടും നോളജ് മേഖലയിലും ഒക്കെ കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല വലിയൊരു എമൗണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡസ്ട്രിയൽ ലേബർ ആണ്. അപ്പൊ ഗ്രിന്ത്യ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ലേബറിൽ അവിടെ എത്തിയ കമ്മ്യൂണിറ്റി ആണല്ലോ. നമുക്ക് എന്താണ് ഈ ഇൻഡസ്ട്രിയൽ ലേബർ എന്ന് ചരിത്രപരമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് മെയിൻസിനും പ്രിലിംസിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ പല വശങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലണ്ടില് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവം ഏതാണ്ട് 1780കളിൽ ആരംഭിച്ച് 1840കൾ വരെ നീണ്ടു നിന്നിരുന്നു. അപ്പോ ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇംഗ്ലണ്ടിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ മേഖലകളിൽ പല പ്രശ്നങ്ങളുണ്ടായി. ഈ
എൺപത് എന്ന് പറയുന്ന ഏകദേശം ഒരു കാലഘട്ടമായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വലിയ യുദ്ധങ്ങളില്ല, വിപ്ലവങ്ങളില്ല. നമുക്ക് ആ ഒരു കാലഘട്ടമൊക്കെ നമ്മൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫ്രാൻസിലാണെങ്കിൽ ഒരു ഫ്രഞ്ച് വിപ്ലവവും മറ്റേ നെപ്പോളിയന്റെ വാറുകളും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഒഴിവായിട്ട് ഈ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ വ്യാവസായിക മേഖലയിൽ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. വലിയ ഫാക്ടറികളുണ്ട്, വലിയ മാനുഫാക്ചറിങ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്, കണ്ടുപിടുത്തങ്ങൾ വരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു മാസീവ് സർജാണ്. ഇവിടെ ഈ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വ്യവസായങ്ങൾ ആരംഭിച്ചു. ഈ വ്യവസായങ്ങൾക്ക് നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. കാരണം ഇംഗ്ലണ്ടിലുള്ള പ്രധാനപ്പെട്ട മാഞ്ചസ്റ്റർ ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും മറ്റ് മേഖലകളിലൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള ഫാക്ടറികളിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അത് ആവശ്യമായിട്ട് വന്നു. ഈ റോ മെറ്റീരിയൽ സ്വാഭാവികമായിട്ട് ഇവർ കണ്ടെത്തുന്നത് ഈ ബ്രിട്ടീഷ് കോളനികളിലാണ്. ഈ കോളനികളിലേക്ക് അവർ എത്തുകയും അവിടെ പ്ലാന്റേഷൻസ് ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് ഫാക്ടറികളിൽ ഉപയോഗിക്കാനുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പ്രധാനമായി അഗ്രികൾച്ചർ ക്രോപ്സ് അതിൽ പലതായിട്ട് വരും. ഉദാഹരണം നമുക്ക് ടീ എടുക്കാം, കോഫി എടുക്കാം, ഷുഗർ എടുക്കാം, റബ്ബർ എടുക്കാം. ഇതൊക്കെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്ത് ആവശ്യം വന്നിരുന്ന പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ക്രോപ്സ് ആണ്. ഇനി ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോളനികളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ കരീബിയൻ ദ്വീപുകളിൽ അടിമകളായിരുന്നു ഈ പറയുന്ന കൃഷിയിടങ്ങളിൽ പണിയെടുത്തിരുന്നത്. ഈ പ്ലാന്റേഷൻസ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ കർഷകരായ ഈ പറയുന്ന അടിമകൾ വർക്ക് ചെയ്യുക, അവർക്ക് നമ്മൾ റെമ്യൂണറേഷൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവരെ വേണമെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ വാങ്ങിക്കുന്നത് പോലെ വാങ്ങിച്ച് അവർക്ക് എന്താ പറയുന്ന ഒരു ഉടമസ്ഥൻ അല്ലെ ഓണറാണ്. അപ്പൊ അതുപോലെ അവർ പറയുന്ന ജോലി അവർ ചെയ്യും. അവർ എപ്പോഴും ഓണറിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ ചരിത്രത്തിലൊക്കെ വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ സ്ലേവറിയുടെ ഒരു ട്രേഡ് നെറ്റ്വർക്ക് ഒക്കെ, സ്ലേവ് ട്രേഡ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ആഫ്രിക്കൻ അടിമകളെ പല സ്ഥലങ്ങളിലേയും കൊണ്ടുവരികയും അവരെ അടിമത്തത്തിൽ അവർ സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ റോ മെറ്റീരിയൽസ് ഉത്പാദിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അത് ഇൻഡിഗോ ആയിക്കോട്ടെ, മറ്റ് ഷുഗർ കെയിൻ ആയിക്കോട്ടെ, ഇതൊക്കെ അവർ ഉത്പാദിപ്പിച്ചു. എന്നിട്ട് ഈ സാധനം നേരെ ഇംഗ്ലണ്ടിലേക്ക് എത്തി അവിടെ ഫാക്ടറികൾ അത് ഫൈനൽ ഗുഡായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അത് തിരികെ കോളനികളിലേക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളിലേക്ക് വരുന്നു, അവിടെ വിൽക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും യൂറോപ്പിൽ ഒരു വലിയ മേഖലകളിലും മുഴുവനായിട്ട് അടിമത്ത നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളും വലിയ തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ രൂപപ്പെട്ടു. അതിന്റെ ഫലമായി ബ്രിട്ടനിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ മേഖലകളിലും അടിമത്തം 1833 നിരോധിക്കുകയുണ്ടായി. 1833 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ കോളനികളിലായിക്കോട്ടെ എല്ലാ പ്രദേശങ്ങളിലും അടിമത്തം നിരോധിച്ചതോടുകൂടി ഈ വെട്ടിലായത് നേരത്തെ ഈ പ്ലാന്റേഷൻസ് നടത്തിയിരുന്ന പ്ലാന്റർമാരാണ്. പ്ലാന്റേഷൻ എക്കോണമീസ് തകരാൻ തുടങ്ങി. അവർക്ക് അടിമകളില്ലാതെ വേറെ തൊഴിലാളികളെ കൊണ്ടുവന്ന് അവർക്ക് ശമ്പളം കൊടുത്ത് ഇത് ചെയ്യിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ ചീപ്പായിട്ടുള്ള ഒരു ലേബറിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്രിക്കക്കാരായിട്ടുള്ള നേരത്തെ മുൻ അടിമകളെ അവർ ഉപയോഗിച്ച് നോക്കി. പക്ഷെ അടിമകൾ വീണ്ടും ഞങ്ങൾ അടുത്ത ഒരു അടിമത്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ചൂഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് അവർ രക്ഷപ്പെട്ടു. അവർ ഈ പറയുന്ന ജോലികൾ ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് അവർ ചൈനീസ് ലേബർ ഗ്രൂപ്പ്സിനെ അവർ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ ചൈനക്കാരുടെ പ്രശ്നം, അവർ വന്ന് പ്ലാന്റേഷനൊക്കെ നടത്തി 2-3 വർഷം കഴിഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ എന്ത് ചെയ്തു, അവർ മെർച്ചന്റ് ആക്ടിവിറ്റീസിലേക്ക് പോവുകയും അവർ കച്ചവടക്കാരായിട്ട് മാറുകയും ചെയ്തു. അവസാനം ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള യൂറോപ്യൻസിന് ഇവർ ഒരു ഭീഷണിയായിട്ട് മാറി. ഒരു സാമ്പത്തിക മേഖലയിൽ വ്യാപാരമൊക്കെ നടത്തി ഇവർക്ക് ഭീഷണിയായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് തിരിയുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ദാരിദ്ര്യ മേഖലകളുണ്ട്. ഈ സമയത്ത് വലിയ രീതിയിൽ ജനസംഖ്യ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് ജനസംഖ്യ കൂടുന്നു, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ദാരിദ്ര്യമുണ്ട്. ഇനി ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണം എന്താണ്? ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ സോഷ്യോ ഇക്കോണമിക് ക്രൈസിസ് അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാര് അവിടെ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് നോക്കിയൊരു കാര്യം. അങ്ങനെ ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ്, അതായത് ഹ്യൂമൻ റിസോഴ്സിൽ ഒരു ഔട്ട്സോഴ്സിങ് ഹബ്ബായിട്ട് ഇവർ കാണുകയാണ്. വലിയ രീതിയിൽ ജനസംഖ്യ കൂടുന്നു, ഇവിടെ ജാതി വ്യവസ്ഥയുണ്ട്, വർണ്ണ വ്യവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ട് വലിയൊരു വിഭാഗം ആൾക്കാരും അവർ ഏത് ഒരു പശ്ചാത്തലത്തിലും അവർ ഡിസ്ക്രിമിനേറ്റഡ് ആണ്. ഇതുകൂടാതെ ഭരണത്തിലെ പിഴവുകൾ കാരണം വലിയ രീതിയിൽ ഫാമിൻസ് ഉണ്ട്, വരൾച്ചകളുണ്ട്, ദാരിദ്ര്യമുണ്ട്. അപ്പോൾ
ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സർപ്ലസ് പോപ്പുലേഷനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചിന്ത. ഇവര് ചീപ്പായിട്ടുള്ള ഒരു ലേബറിന് വേണ്ടിയിട്ട് ഈ അടിമകൾക്ക് പകരം ഈ ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികളെ ഉപയോഗിച്ചു. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ മാനുവൽ ലേബർ എഗ്രിമെന്റ് എന്ന് പറയുന്ന രീതിയിൽ 3 വർഷം മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോൺട്രാക്റ്റുകൾ ഈ വില്ലേജുകളിലെ സാധാരണക്കാരായിട്ടുള്ള ആദിവാസികൾ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിലെ പട്ടിണിപ്പാവങ്ങൾക്ക് അവർ കൊടുക്കുകയും അവരെ ഒപ്പുവയ്പ്പിക്കുകയും ചെയ്തു. ഇവർക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫീസാണ്. അതായത് ഇവിടുന്ന് ഇപ്പൊ കരീബിയൻ ദ്വീപുകൾ അല്ലെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വരാം. പ്ലാന്റേഷൻസിലാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമുള്ള ചെലവ് ഞങ്ങൾ വഹിച്ചോളാം എന്നൊരു കോൺട്രാക്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിശ്ചിതമായ ശമ്പളം തരാം. ഇത്ര സമയം മാത്രം ഒരു ദിവസം ജോലിയുള്ളൂ, അല്ലാതെ അധിക സമയം ജോലിയില്ല. ഫ്രീ ഹൗസിങ് എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, ജീവിക്കാനുള്ള വീടുകൾ. അതുപോലെ തന്നെ ഫുഡ് റേഷൻ, കൃത്യമായിട്ട് ആഹാരം കൊടുക്കാനുള്ള കാര്യങ്ങൾ, ബേസിക് മെഡിക്കൽ എയ്ഡ്, ഇതൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ആളുകൾക്ക്, ഇവിടെ ഉണ്ടായിരുന്ന പട്ടിണിപ്പാവങ്ങൾ അല്ലെങ്കിൽ ജാതീയമായിട്ട് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടോട്ട് പോകാനുള്ള ഒരു എന്താ പറയുന്ന ഒരു അട്രാക്ഷൻ തോന്നുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വലിയ ഒരു സമൂഹം ആൾക്കാർ, ഏതാണ്ട് 10 ലക്ഷത്തിലധികം ഇന്ത്യൻ ലേബേഴ്സ് ഇതുപോലെ പല മേഖലകളിലേക്ക് പോയി. ഏതാണ്ട് 1,43,000 പേരാണ് ട്രിനിഡാഡ് ടൊബാഗോയിലേക്ക് പോയത്. നമുക്ക് നോക്കാം, ഒരു 3 വർഷം തൊട്ട് 5 വർഷം വരെയാണ് ഈ ഗ്രിംത്യ എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റ് ഉള്ളത്. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണമെങ്കിൽ അടുത്ത കോൺട്രാക്ട് ഒപ്പുവെക്കാം, അതല്ലെങ്കിൽ മറ്റൊരു പ്ലാന്ററിനെ കണ്ടിട്ട് അയാളുടെ കീഴിൽ വേണം ജോലി ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തെ മോഹന വാഗ്ദാനങ്ങളും ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ്. അപ്പോൾ ഈ ഇന്ത്യയിൽ ബുദ്ധിമുട്ടായിട്ടാണ്, ഇന്ത്യയിലെ സാമൂഹ്യപരമായ പശ്ചാത്തലവും അതേപോലെ സാമ്പത്തികപരമായ പശ്ചാത്തലങ്ങളും കാരണമാണ് ഇവർ പോകുന്നതെന്ന് ഓർത്തണം. ഇവിടെ അവരവിടെ ചെല്ലുന്ന സമയത്ത് അവിടെയും ഇവർ ചൂഷണത്തിന് വിധേയരാകുകയാണ്. ഇൻഡസ്ട്രിയൽ ലേബറിന് കീഴിൽ അവർ പറയുന്ന ഈ ഫ്രീ റിട്ടേൺ, അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള തുക, തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതി തന്നെയായിരുന്നു. ഇവിടെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഇവർക്ക് കിട്ടുന്ന ശമ്പളം ഒരു തുച്ഛമായ തുകയാണ്. ഇവർ പറയുന്ന ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല, തുച്ഛമായ തുകയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ തുച്ഛമായ ഈ സാലറിയിൽ 1/5 ഈ ലേബേഴ്സിൽ നിന്നും ഈ എംപ്ലോയീസ് പിടിച്ചെടുക്കും. എന്നിട്ട് ഇത് ഇവരുടെ ട്രാൻസ്പോർട്ടേഷനും മറ്റ് എന്താണ് പറയുന്ന ചെലവുകൾക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളത്തിലെ 5/1 ഇവര് ഈ എംപ്ലോയീസിന് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. 1834 ഔദ്യോഗികമായി ഈ ഇൻഡെൻചേർഡ് സിസ്റ്റം ഔദ്യോഗികമായി ബ്രിട്ടീഷ് എംപയറിൽ വരുന്നത്. അപ്പം സ്ലേവറി നിരോധിച്ചു, പകരം ഒരു തൊഴിൽ, അതിന് പകരമായിട്ടുള്ള ഒരു തൊഴിൽ എന്നുള്ള നിലയിലാണ് ഇൻഡെൻചേർഡ് ലേബർ വരിക. മൗറീഷ്യസിലേക്കാണ് ആദ്യമായിട്ട് ഇന്ത്യക്കാരെ ഇതുപോലെ എത്തിക്കുന്നത്. 1917 മാർച്ച് 13 ലോർഡ് ഹാർഡിഞ്ഞ, ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ആ കാലത്തെ വൈസ്രോയി ആയിരുന്നു, അദ്ദേഹം ഇത് വളരെ ചൂഷണപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഒരു നിയമത്തിലൂടെ ഇത് അബോളിഷ് ചെയ്യുകയാണ് ചെയ്തത്. 1917 മാർച്ച് 13 ലോർഡ് ഹാർഡിഞ്ഞ വൈസ്രോയി ആയിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഇത് നിരോധിക്കുകയാണ് ചെയ്തത്. എന്നാലും അനധികൃതമായി 1920 വരെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ലേബർ തുടരുകയും ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയുടെയും മറ്റു ചില ആൾക്കാരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് സോഷ്യോ ഇക്കോണമിക് ആയിട്ടുള്ള പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ അങ്ങോട്ട് പോയത്, അങ്ങോട്ട് പോകാനുള്ള കാരണം എന്ത്, അങ്ങോട്ട് പോകാനുള്ള എന്താണ്, ഇവിടെയുള്ള പുഷ് ഫാക്ടേഴ്സ് എന്താണ്, അവിടെയുള്ള പുൾ ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം പുഷ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 കാരണങ്ങൾ നമുക്ക് എടുക്കാം. ഒന്നാമതായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സാമ്പത്തികപരമായിട്ട് ഈ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തു. നമുക്കറിയാം, ദാദാഭായ് നവറോജിയുടെ ഒക്കെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിലൊക്കെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ആശയം, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ആശയം കാരണമാണ് നമുക്ക് നാഷണൽ മൂവ്മെന്റ്സ്, ദേശീയ പ്രസ്ഥാനങ്ങൾ തന്നെ രൂപപ്പെട്ടത്. ഇനി അതേപോലെ തന്നെ സമീന്ദാരി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു നികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥ നമുക്കറിയാം, ഇതിന്റെ ഒരു ചരിത്രം തന്നെ നമുക്കറിയാം. 1792 കോൺവാലിസിന്റെ കാലത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇതുകൂടാതെ മഹൽവാരി വ്യവസ്ഥയും അതുപോലെ തന്നെ റിയോട്ട്വാരി വ്യവസ്ഥയൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു മോഡേൺ ഇന്ത്യയിലെ ഒരു ചെറിയ ഒരു 3 പ്രധാനപ്പെട്ട റവന്യൂ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഈ നികുതി വ്യവസ്ഥകൾ അത് ഈ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഈ നികുതിയെക്കുറിച്ചൊക്കെയുള്ള മറ്റ് വീഡിയോകളൊക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നു. അതൊക്കെ നോക്കിയാൽ മതി. എന്തായാലും ഈ അഗ്രികൾച്ചർ മേഖലയിലെ ഈ പറയുന്ന നികുതികൾ വളരെ ഒപ്രസീവായിരുന്നു. വലിയ രീതിയിൽ കൃഷിക്കാർക്ക് അവർക്ക് ലോൺ ഡെപ്റ്റ് ഉണ്ടാകാൻ വേണ്ടി കാരണമായി. ആ ഒരു ലോൺ സൈക്കിളായിട്ട് മാറുന്നു. ഇവർ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു. സാമ്പത്തികപരമായി തകരാൻ വേണ്ടി അത് കാരണമായി. ഇതുകൂടാതെ അഗ്രികൾച്ചറിന്റെ കൊമേഴ്ഷ്യലൈസേഷൻ വലിയ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചു. സാധാരണയായിട്ട് ഈ അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ആഹാരം കഴിക്കാനുള്ള സാധനങ്ങളാണ്. എന്നാൽ ഏതാണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കർഷകരെ, ഇവിടെയുള്ള പ്ലാന്റേഴ്സും അല്ലെങ്കിൽ ഒഫീഷ്യൽസും ഒക്കെ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഇൻഡിഗോയും ടീയും ഷുഗർ കെയിനും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലേക്കുള്ള റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് കാർഷിക മേഖലയെ മാറ്റിയതോടുകൂടി ഈ ഭക്ഷ്യസുരക്ഷ വലിയ രീതിയിൽ അപകടത്തിലായി. വലിയ രീതിയിലുള്ള പട്ടിണി മരണങ്ങളുണ്ടായി, ഫാമിൻസ് ഉണ്ടായി, അങ്ങനെയുള്ള പല വിഷയങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. ഇനി ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായത്തെ തകർത്ത് കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റ്, മറ്റ് ചെറിയ രീതിയിലുള്ള മെർച്ചൻസിന്റെ ആക്ടിവിറ്റീസ്, ആർട്ടിസൻസിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തകർത്ത് കളഞ്ഞു. ഇതിൽ പ്രധാനമായി ഈ ഒരു കാലഘട്ടം നമുക്കറിയാലോ, 1780 തൊട്ട് 1840 വരെയുള്ള ഏകദേശ കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഈ മാഞ്ചസ്റ്ററിലും ലിവർപൂളിലും മറ്റ് മേഖലകളിലും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി മെയ്ഡായിട്ടുള്ള ചീപ്പായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ ഇന്ത്യയിലേക്ക് തന്നെ അവർ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറക്കുമതി നികുതി എന്ന് പറയുന്നത്, അതായത് ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയുന്നത് അവർ ഒരു സീറോ ആക്കുകയോ അല്ലെങ്കിൽ തീരെ കുറയ്ക്കുകയോ ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫാക്ടറി മെയ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വളരെ വിലക്കുറവാണ് ഇന്ത്യയിൽ. അതേസമയത്ത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമായിരുന്നു. കാരണം നികുതി വളരെ കൂടുതലായിരുന്നു. വളരെ വലിയ നികുതി അതിനകത്ത് അടിച്ചേൽപ്പിച്ചു. അപ്പൊ എക്സ്പോർട്ട് ടാക്സ് വളരെയധികം കൂട്ടി. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള വ്യവസായങ്ങൾ തകരുകയാണ്. ഇതിനെയാണ് ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ശശി തരൂരൊക്കെ പല യൂണിവേഴ്സിറ്റികളിലെ പ്രഭാഷണങ്ങളൊക്കെ പറയുന്ന ഒരു ഇന്ത്യയുടെ ഒരു സിസ്റ്റമാറ്റിക് ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അതാണിത്. അപ്പൊ ഇന്ത്യയിലെ ഒരു സിസ്റ്റമാറ്റിക് ഡീഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചതോടുകൂടി ഇവർക്ക് വ്യവസായ മേഖലയിലോ വ്യാപാര മേഖലയിലോ ജോലി ചെയ്യാനും കഴിയില്ല. എന്തായാലും കാർഷിക മേഖല തകർന്നു, ഇവിടേക്കും പോകാനും അവർക്ക് കഴിയാത്ത അവസ്ഥയായി. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദാരിദ്ര്യം, നിരക്ഷരത, അതേപോലെ തന്നെ സീസണൽ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് അറിയാമല്ലോ. നമുക്ക് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ എക്കോണമിയിലൊക്കെ പഠിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്ക് തൊഴിലില്ലായ്മ കാര്യമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെയാണ് അത് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ജാതി വ്യവസ്ഥ, വർണ്ണ വ്യവസ്ഥ, വലിയ ദാരിദ്ര്യം, വരൾച്ച, ഈ ഫാമിൻസ് ഒക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമുക്കറിയാം 1780 തൊട്ട് 1800 തുടക്കം വരെയുള്ള കാലഘട്ടത്തെയാണ് 12ഓളം വരൾച്ചകളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വരൾച്ചകളെ കുറിച്ച് പഠിക്കാനൊക്കെ ഒരു ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നോക്കുന്നതാണ്. ഇനി പുൾ ഫാക്ടേഴ്സ് നോക്കാം. റിക്രൂട്ടർമാർ കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടും. അപ്പോൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മുക്തി നേടി അവിടെ ഒരു പുതിയ സമൂഹത്തിൽ അവർക്ക് തുല്യമായിട്ടുള്ള ഒരു അവകാശങ്ങൾ ലഭിക്കും എന്നൊക്കെ അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് അവർ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ജോഗ്രഫിക് ആയിട്ടുള്ള ഡെമോക്രസീസും കുറച്ച് റിക്രൂട്ട്മെന്റ് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഇൻഡസ്ട്രിയൽ ലേബർ സിസ്റ്റത്തിൽ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ ആ ഒരു വ്യവസ്ഥയിൽ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടർമാരുണ്ട്. ഈ റിക്രൂട്ടർമാർ ഈ ഗ്രാമങ്ങളിൽ അവരുടെ ഏജൻസിനെ അവരെത്തിക്കും. ഈ ഏജൻസ് ആണ് ഇവരെ ഇവിടെ റിക്രൂട്ട് ചെയ്ത് ഈ ലൈസൻസ്ഡ് റിക്രൂട്ടർമാർക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ റിക്രൂട്ടർമാർക്ക് ഒരു കമ്മീഷൻ ഉണ്ട്. ഇത് പ്ലാന്റർമാരിൽ നിന്ന് കിട്ടും. ഇത്ര തൊഴിലാളികളെ അവിടെ എത്തിക്കുകയാണെങ്കിൽ അവരൊരു കമ്മീഷൻ കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ കമ്മീഷൻ കിട്ടിയിട്ട് അതിൽ നിന്നൊരു എമൗണ്ട് ഈ പറയുന്ന ഏജന്റുമാർക്ക് കൊടുക്കും. അപ്പോൾ ഒരു വില്ലേജുകളിൽ ഇങ്ങനെ തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ഏജന്റുമാരുണ്ട്. പോർട്ടുകളിൽ, അതായത് തുറമുഖങ്ങളിൽ ഇവരെ എത്തിക്കുന്ന ആൾക്കാരുണ്ട്, ഏജന്റുമാരുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അഗ്രിത്യാസ് എന്നാണ് അവർ വിളിക്കുന്നത്. അഗ്രിത്യാസ് എന്ന് പറയുന്ന ഈ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടർമാരാണ്.
ഇത് ഏറ്റവും കൂടുതൽ ഇവർ തൊഴിലാളികളെ എത്തിച്ചിരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യക്ക് ശേഷമാണ് നമുക്ക് ഡെക്കാൻ സൗത്ത് ഇന്ത്യൻ മേഖലകൾ കാണാൻ വേണ്ടി സാധിക്കാം. ഏറ്റവും കുറവ് ആൾക്കാരെ എത്തിച്ചിരുന്നത് വെസ്റ്റേൺ റീജിയനിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യയിൽ തന്നെ ബീഹാറും ഉത്തർപ്രദേശുമാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൽക്കട്ട എന്ന് പറയുന്ന തുറമുഖം ബേസ് ചെയ്തിട്ടാണ് കാര്യമായിട്ട് ഇവര് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ എത്തിച്ചിരുന്നത്. പ്രധാനമായി ഈ ആദിവാസി മേഖലയിൽ ഛോട്ടാ നാഗ്പൂർ, ബങ്കുറ, ബുർദവൻ തുടങ്ങുന്ന മേഖലകളിൽ ഇവർ കാര്യമായി പ്രവർത്തിച്ചത്. ഇതിനകത്ത് ദംഗർമാർ എന്ന് അറിയപ്പെട്ടിരുന്ന ആദിവാസി ഗ്രൂപ്പ് അല്ലെ ട്രൈബൽ ഗ്രൂപ്പിൽ അവരെ കാര്യമായിട്ട് വലിയ തോതിൽ തന്നെ ഇവർ റിക്രൂട്ട് ചെയ്തിരുന്നു. ആദ്യകാലത്തെ ഏതാണ്ട് 40 തൊട്ട് 50, അതായത് 1840-കൾ 50 കാലഘട്ടത്തിലെ അതിന്റെ തുടക്ക കാലഘട്ടത്തിലെ ഏതാണ്ട് 40 തൊട്ട് 50% വരെയുള്ള ഇൻഡസ്ട്രിയൽ ലേബേഴ്സും ഈ പറയുന്ന ഡങ്കേഴ്സ് എന്ന് പറയുന്ന ഈ ആദിവാസി സമൂഹമായിരുന്നു. ഇതുകൂടാതെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായിട്ടും തകർന്നു കിടക്കുന്ന വെസ്റ്റേൺ ബീഹാർ, ഈസ്റ്റേൺ ഉത്തർപ്രദേശ് പ്രദേശങ്ങളൊക്കെ ഇവർ കാര്യമായി ഇവരുടെ ഏജന്റുകളെ അയച്ച് ഈ അകൃത്യാസ് ഇവരെന്ത് ചെയ്തിരുന്നു, അവരെ ഇവിടെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഇനി സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മേഖലയിൽ മദ്രാസ് പോർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ റിക്രൂട്ട്മെന്റ് ഉപയോഗിച്ചിരുന്നത്. സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട് പ്രദേശങ്ങളിൽ തിരുച്ചിറപ്പള്ളി, മധുരൈ, രാംനാട്, സേലം, തഞ്ചാവൂർ എന്നീ മേഖലകളും തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളിൽ വിഴികപട്ടണം, ഗഞ്ചം തുടങ്ങുന്ന മേഖലകളിൽ നിന്നുമാണ് റിക്രൂട്ട്മെന്റ് കാര്യമായിട്ടുണ്ടായിട്ടുള്ളത്. വെസ്റ്റേൺ മേഖല വളരെ കുറവാണ്. ഇനി ജഹാജി ബായ്, നമ്മൾ അകൃത്യാസ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് നോക്കാം ജഹാജി ബായ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ നമ്മൾ ഒരു ടേമായിട്ട് നോക്കണം. ഇവിടെ ഈ പറയുന്ന റിക്രൂട്ടർമാര് ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കപ്പലുകളിൽ ദുസ്സഹമായിട്ടുള്ള യാത്രയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അവർക്ക് കാര്യമായി പലരും ഈ പറയുന്ന യാത്രയിൽ തന്നെ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു യാത്രയിൽ അവർ എത്താതെ തന്നെ മരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു കപ്പലിലെ വേറൊരു പ്രത്യേകത, ഇവർ കപ്പലിൽ കയറി കഴിയുമ്പോൾ പല സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പർ കാസ്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ദാരിദ്ര്യം കൊണ്ട് ഈ ഇൻഡസ്ട്രിയൽ ലേബറിലേക്ക് വന്നവരുണ്ട്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ആദിവാസികളുണ്ട്. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പല ജാതികളിൽ, പല വർണ്ണങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. വലിയൊരു വിഭാഗവും ഈ പറയുന്ന ആദിവാസികളും അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. തങ്ങളുടെ ജാതിയോ സമുദായമോ വർണ്ണമോ ഇതൊന്നും നോക്കാതെ ഇവർ ഒരുമിച്ചാണ് വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇത്തരം ദുരിതമായ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയൊക്കെ വലിയ ദീർഘമായ യാത്രയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവര് ഈ ട്രിനിഡാഡ് ആയിക്കോട്ടെ, അല്ലെ കരീബിയൻ ദ്വീപുകളോ സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ, അല്ലെ ഫിജി ആയിക്കോട്ടെ, അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പുതിയ ഒരു സമൂഹ വ്യവസ്ഥ രൂപപ്പെടുകയാണ്. അവരുടെ ജാതി, മത, ഭാഷാ വ്യത്യാസങ്ങൾ കൂടാതെ ഇവരൊരു പുതിയ സമൂഹം അവിടെ കപ്പലുകളിൽ നിന്ന് രൂപപ്പെടുത്തുന്നു. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇവർ പരസ്പരം ജഹാജി ഭായി എന്ന് വിളിക്കും. ഷിപ്പ് ബ്രദേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. സ്ത്രീകളാണെങ്കിൽ ജഹാജി ബഹൻ, ഷിപ്പ് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു പുതിയ സമൂഹ വ്യവസ്ഥ രൂപപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ പുതിയ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അവിടെ അവരൊരു ഒരു കിൻഷിപ്പിൽ ആണ് അവരുടെ ആ ഒരു രൂപം, അവരുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുക. പിന്നീട് പ്ലാന്റേഷൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഈ ഗ്രിംത്യാസ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ലേബർ കമ്മ്യൂണിറ്റീസ് അവർ പുതിയ ഒരു സമൂഹത്തിന്റെ ഒരു പുതിയ രീതിയിലേക്ക് അവർ മാറുകയാണ്. ഇനി നമ്മളുടെ ഇതിന്റെ കുറച്ച് പ്ലാന്റേഷൻ ലൈഫും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമുക്കൊന്ന് പോകാം. ഹിസ്റ്റോറിയൻ ആയിരുന്ന ഹ്യൂ തിങ്കർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇൻഡസ്ട്രിയൽ ലേബർ എന്ന് പറയുന്നത് ന്യൂ സിസ്റ്റം ഓഫ് സ്ലേവറി എന്നാണ്. അടിമത്ത നിരോധനം നടത്തി, പക്ഷേ ഒരു അടിമത്ത സമ്പ്രദായം ഇൻഡസ്ട്രിയൽ ലേബറായിട്ട് തുറന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇവിടെയുള്ള സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുന്ന ദരിദ്രരായിട്ടുള്ള ആൾക്കാർ അവരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവരിവിടെ എത്തിക്കുന്നത്. ഇവിടെ ഇവരെ അടിമകളെ പോലെ തന്നെയാണ് ഇവർ കൈകാര്യം ചെയ്തിരുന്നത്. കൃത്യമായ ഫിസിക്കൽ കൺട്രോൾ അവർക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള ഓവർസിയർമാരെ ഇവരുടെ ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പാടാക്കിയിരുന്നു. പ്ലാന്റേഷൻസിലൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. അവരെയാണ് സിർദാർമാർ എന്ന് അറിയപ്പെടുന്നത്. ഈ സിർദാർമാര് ഇവരെ അടിക്കുകയോ അല്ലെങ്കിൽ ഇവരെ പണിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവർക്ക് കൃത്യമായിട്ടൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. ഓവർ ടൈം ഇവരെ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെ എക്സ്ട്രീം ഓവർ വർക്ക്, വളരെ കുറഞ്ഞ ശമ്പളം, ഇവർ പറഞ്ഞ ഹൗസിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ടെറിബിൾ ആയിരുന്നു. ഇവർക്ക് ഫുഡ് റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതിനകത്തൊന്നും കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത് കഴിക്കാൻ കൊള്ളാത്തതോ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യത്തിന് ന്യൂട്രീഷൻസ് ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യം, അത് കാരണമുള്ള മാൽന്യൂട്രീഷൻസ് ഉണ്ട്. ഇനി റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ്, അടി, ഫൈൻസ്, ഇംപ്രസൺമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു.
ഇനി ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് കോടതിയോ പോലീസിനെയോ സമീപിക്കാനും കഴിഞ്ഞില്ല. ഇവിടെ കൊളോണിയൽ മെക്കാനിസം, അവിടെ ഈ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കോളനികളാണ് ഈ ഒരു പ്ലാന്റേഷൻസിൽ ഉള്ളത്, അല്ലെ, പ്ലാന്റേഷൻസ് ഉള്ളത്. അപ്പൊ ഈ പ്ലാന്റേഷൻസിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിലാളി പ്രശ്നം അവർക്ക് ഗവൺമെന്റിന് മുന്നിലോ പോലീസിന് മുന്നിലോ കോടതിയുടെ മുന്നിലോ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അവർ പലപ്പോഴും ഈ എന്താ പറയുന്നത് മജിസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ യൂറോപ്യന്മാരായിട്ടുള്ള പ്ലാന്റേഴ്സിനും ഈ ധനികരായിട്ടുള്ള ആൾക്കാർക്കും അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്. ഒരു ലേബർ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവർ പരിഗണിച്ചിരുന്നില്ല. അങ്ങനെ കൂലീസ് എന്നാണ് ഇവരെ ആ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. ഈ പറയുന്ന ലേബേഴ്സിനെ വിളിച്ചിരുന്ന മറ്റൊരു പേര് കൂലീസ് എന്നാണ്. ഈ കൂലികൾ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു തൊഴിലാളികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു പരിഗണന അവർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീതിയോ അല്ലെങ്കിൽ ന്യായമോ പരമായിട്ടുള്ള യാതൊരു അവകാശങ്ങളും അവർക്കില്ലായിരുന്നു. അവർക്ക് കേസിന് പോയാൽ തന്നെ അവർക്ക് യാതൊരു തരത്തിലും നീതി ലഭിക്കത്തില്ല. പകരം അവർക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുന്നത് അവർക്കെതിരെ ഒരു പ്രതികാര നടപടി ചിലപ്പോൾ എടുത്തെന്നിരിക്കാം. ഇനി ഹാഷ് വർക്ക് കണ്ടീഷൻസും ഹോസ്റ്റൽ എൻവയോൺമെന്റ്സും കാരണം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. ഫിജിയിലാണ് ഏതാണ്ട് 100 പേരിൽ ഏതാണ്ട് 64 പേരോളം ഒരു സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സൂയിസൈഡൽ ഒരു പെർസെൻറ്റേജ് തന്നെ ഉയർന്നത്. അതിഭീകരമായിട്ടുള്ള ടോർച്ചറസ് ആയിട്ടുള്ള ഈ ഒരു തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 100 പേരിലാണ്ട് 64% ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നദാൽ എന്ന് പറയുന്ന നമ്മുടെ ഗാന്ധിജിയൊക്കെ പ്രവർത്തിച്ചിരുന്ന സൗത്ത് ആഫ്രിക്കയിലെ കോളനിയിലായിക്കോട്ടെ, അവിടെ ഏതാണ്ട് 60% അല്ലെങ്കിൽ 50% ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു എക്സ്ട്രീം ഘട്ടം ഇവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിനെതിരായിട്ട് ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ലേബർ റൈറ്റ്സിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ട് പല സമയങ്ങളിലും അല്ലെ ആത്മഹത്യകൾ കൂടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ലേബർ സ്ട്രൈക്ക് ഇൻഡസ്ട്രിയൽ ലേബറിൽ ഉണ്ടായിട്ടുള്ളത് മൗറീഷ്യസിലാണ്. 1872 ഒരു വലിയ ലേബർ സ്ട്രൈക്ക് ഉണ്ടായിട്ടുള്ളത്. ഫിജിയിൽ ഒരു വലിയ മാർച്ച് തന്നെ ഉണ്ടായി. സുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 132ഓളം വരുന്ന തൊഴിലാളികൾ അവരുടെ തൊഴിൽ വർക്ക് ടൂൾസ് എല്ലാം അവർ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു മാർച്ച് നടത്തി. 1886 ഈ ഒരു മാർച്ച് നടത്തുന്നത്. നമുക്കറിയാം ഇവിടെ ആത്മഹത്യകളൊക്കെ കൂടുന്ന സമയം കൂടിയാണ്. 1913 നദാൽ, നമ്മുടെ ഗാന്ധിജി പ്രവർത്തിച്ച സൗത്ത് ആഫ്രിക്കൻ മേഖല, അവിടെ 1913 ഇത്തരത്തിലൊരു സ്ട്രൈക്ക് ഉണ്ടാവുകയുണ്ടായി. ഇനി ഇതേപോലെ തന്നെ ഈ കൾച്ചറലി ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ലേബേഴ്സിന് ഇടയിൽ പല സ്ഥലങ്ങളിലും അവരുടെ ഇടയിൽ സാഹിത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായി. നമുക്കറിയാമല്ലോ, എപ്പോഴും ഈ സാഹിത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിലായിക്കോട്ടെ, ഇന്ത്യയുടെ സ്വദേശി മൂവ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആയിക്കോട്ടെ, അല്ലെ, വരിക വരിക സഹചര്യം എന്ന് പറയുന്ന പാട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യപരമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ ഒരുപാട് കവിതകളും ബല്ലാഡ്സും ഒക്കെ ഈ ഇൻഡസ്ട്രിയൽ ലേബേഴ്സ് അവര് ഈ പറയുന്ന തൊഴിലാളികൾ എഴുതുകയുണ്ടായി. ഇതിനെ കൂലിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സാഹിത്യ ജേണറിനെ വിളിക്കുന്ന പേരാണ് കൂലിറ്റ്യൂഡ്. അതായത് എന്താണ്, കൂലികൾ എഴുതുന്ന അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു സാഹിത്യ പ്രതിഷേധം, ഒരു ലിറ്റററി എക്സ്പ്രഷൻ, ഒരു ലിറ്റററി മൂവ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇനി സ്ത്രീകളുടെ ഒരു കാര്യം അതിലും കഷ്ടമായിരുന്നു. സ്ത്രീകളെ ആദ്യകാലത്ത് ഇൻഡസ്ട്രിയൽ ലേബറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും പുരുഷന്മാർ മാത്രമാണ് പോയിരുന്നത്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോകുന്ന പുരുഷന്മാർ ചിലപ്പോൾ ഒരിക്കലും തിരിച്ചെത്തത്തില്ല എന്ന് വരും. ഇവരുടെ കുടുംബങ്ങൾ നാട്ടിൽ എന്താണ് അനാഥരായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ കുടുംബമായിട്ട് പോകാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നിരുന്നില്ല. സ്ത്രീകൾ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ്, സ്ത്രീകളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് ഇവരെ ഒന്നും ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ 1860കളോട് കൂടി ചെറിയ മാറ്റങ്ങളുണ്ടായി. നിയമപരമായി 140 ആൾക്കാര് സ്ത്രീകളായിരിക്കണം എന്നൊരു നിയമം നമ്മുടെ നദാൽ എന്ന് പറയുന്ന കോളനിയിൽ ഉണ്ടായി. മൗറീഷ്യസിൽ 133 പേര് സ്ത്രീകളായിരിക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായി. ഇത് ഒരു ലോങ് ടൈം സെറ്റിൽമെന്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ അവർ ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. അതായത് ഇവര് ഈ എന്താണ് കുടുംബങ്ങളായിട്ട് വന്ന് അവിടെ തന്നെ താമസിക്കും. അപ്പൊ എന്താ ഗുണം, പ്ലാന്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷമോ കഴിഞ്ഞിട്ട് ഇവര് അങ്ങ് തിരിച്ചു പോകത്തില്ല, മറിച്ച് 10, 20 അല്ലെങ്കിൽ 30 കൊല്ലത്തോളം ഇവര് ജോലി ചെയ്യും. അപ്പൊ ഇവര് തിരിച്ചു പോകാതിരിക്കാനും ഒരു ലോങ് ടൈം സെറ്റിൽമെന്റിനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു അനുപാതം ഉയർത്തുന്നത്. ഇനി ഡുവൽ ബർഡൻ ആണ്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ഒരു ഡുവൽ ബർഡൻ നമുക്ക് കാണാം. അതായത്
ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിട്ട് അതോടൊപ്പം തന്നെയാണ് ഇവർ ഈ കൃഷി മേഖലയിലെ ഈ ജോലികൾ ചെയ്യേണ്ടത്. ഇതുകൂടാതെ എക്സ്ട്രീം ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്, അൺഹൈജീൻ ഉണ്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, മാൽന്യൂട്രീഷൻ, ഇതെല്ലാം ഈ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇതുകൂടാതെ സെക്ഷൽ ഹറാസ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ഓവർസിയർമാർ, നമ്മൾ പറയുന്ന സിർദാർമാർ എന്ന് പറയുന്ന ഓവർസിയർമാരിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വന്നു. ഡൊമസ്റ്റിക് വയലൻസിന് അവർ ഇരയാക്കിയിട്ടുണ്ട്, പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൽ ജലസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾ കാര്യമായിട്ട് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്രന്ഥിയ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു MOUയിൽ നമ്മുടെ ഗവൺമെന്റ് ഒപ്പുവെച്ചതും നാഷണൽ ആർക്കൈവ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു PDF ടെലഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.